മാതൃഭൂമി പേപ്പറിൽ ഉണ്ടായിരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി, കഥക് കലാകാരൻ. ലോക പയർവർഗ ദിനത്തിന്റെ പ്രമേയം. ലോക പയർവർഗ ദിനം ഫെബ്രുവരി 10-നാണ്. അതിന്റെ പ്രമേയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ്. പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ്. അതാണ് ലോക പയർവർഗ ദിനത്തിന്റെ പ്രമേയം. AI ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. AI ആക്ഷൻ ഉച്ചകോടി നടന്നത് ഫ്രാൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഉച്ചകോടിയിൽ ഇന്ത്യക്ക് സഹാധ്യക്ഷ സ്ഥാനമായിരുന്നു. അടുത്ത ഉച്ചകോടിക്ക് ഇന്ത്യയാണ് വേദിയാകുന്നത്. ഫ്രാൻസിലാണ് AI ആക്ഷൻ ഉച്ചകോടി നടന്നത്. അടുത്ത ഉച്ചകോടി ഇന്ത്യ. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. IVF-ലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024-ൽ ഇന്ത്യയുടെ സ്ഥാനം 96. ഒന്നാം സ്ഥാനം ഡെൻമാർക്കിനാണ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 96. ഒന്നാം സ്ഥാനം ഡെൻമാർക്കിനാണ്. രാജ്യത്ത് ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനമാണ് പച്ചക്കറി ശാസ്ത്ര വിഭാഗം കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല. അതിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗമാണ് രാജ്യത്ത് ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വില്ല ഉണ്ടാക്കിയ കമ്പനി. മദ്രാസ് IIT-യിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പായ ത്വസ്ത വില്ല സ്ഥാപിച്ചത് പൂനെയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വില്ല ഉണ്ടാക്കിയ കമ്പനി മദ്രാസ് IIT-യിലാണ്. അവിടെ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പായ ത്വസ്ത വില്ല സ്ഥാപിച്ചത് പൂനെയിൽ. അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാജിവെച്ചതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏതാണ്? കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് ആണ്. രാജ്യത്തെ തന്നെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനറ്റ്സ് ആണ്. 38-ാം ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് ആണ്. 2-ാം സ്ഥാനം ഹരിയാന, വേദി ഉത്തരാഖണ്ഡ് ആയിരുന്നു. 38-ാം ദേശീയ ഗെയിംസ് അത് നടന്നത് ഉത്തരാഖണ്ഡിലായിരുന്നു. മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ് ആണ്. 2-ാം സ്ഥാനം ഹരിയാനയ്ക്കാണ്. 1985-ലെ രസതന്ത്ര നൊബേൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായ ഈയിടെ അന്തരിച്ച ബയോകെമിസ്റ്റാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. 1985-ലെ രസതന്ത്ര നൊബേൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായ ഈയിടെ അന്തരിച്ച ബയോകെമിസ്റ്റാണ് ഡോക്ടർ മാധവ ഭട്ടതിരി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിവേക് ജോഷിയെ നിയമിച്ചിട്ടുണ്ട്.